8ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം അവസാനിച്ചു. ഇനി നിങ്ങൾ കുറച്ച് ദിവസം റെസ്റ്റൊക്കെ നിർത്തുന്നു, കൂളായിട്ടൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങൾ റിസൾട്ടിന് മിക്കവാറും നിങ്ങളെല്ലാവരും പാസ്സാവും. പക്ഷേ നിങ്ങൾ 2-3 കാര്യങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെ എക്സാം ഈസി ആയിരുന്നു, ഏതൊക്കെ എക്സാം ടഫായിരുന്നു, ഏതൊക്കെ എക്സാം നിങ്ങൾ വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾ 8ാം ക്ലാസ്സിൽ ചെയ്ത ചില മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു, തുടക്കം മുതൽ പഠിക്കാൻ നിങ്ങൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ പലപ്പോഴും ലാസ്റ്റിലേക്കാണ് മാറ്റി വെച്ചത്. സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 5 ദിവസത്തിലധികം നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എക്സാം പഠിക്കാൻ ഉണ്ടായിട്ടും നിങ്ങൾ അവസാന ദിവസം മാത്രം സോഷ്യൽ സയൻസ് എക്സാം പഠിച്ചവരുമുണ്ട്, അല്ലെ? സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി അവസാന ദിവസം മാത്രം പഠിച്ചവരുമുണ്ട്. സോ എക്സാമിന് തലേന്ന് പഠിച്ചാലൊക്കെ എക്സാം ഈസി ആവുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, സ്ഥിരമായി പഠിക്കണം, സ്ഥിരമായിട്ട് ബുക്ക് മറിച്ച് നോക്കാൻ നിങ്ങൾ തയ്യാറാവണം. ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ മെയിൻ. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും എന്ത് ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി റെഫർ ചെയ്ത് ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ അത് വളരെ ഇമ്പോർട്ടൻറ്റാണ്. വീക്കിലി ഒരു 5 days, ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾ പഠിച്ചാൽ മതി. ഡെയിലി 1, 2, 3 മണിക്കൂർ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നല്ല ഉഷാറായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും. പക്ഷെ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്തില്ല, 8ാം ക്ലാസ് ചെയ്തില്ല. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലേ? നിങ്ങൾക്ക് ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തോന്നില്ലേ, തുടക്കം മുതൽ പഠിച്ചിരുന്നെങ്കിൽ, തുടക്കം മുതൽ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ എക്സാം ഈസി ആയേനെ. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, 9ാം ക്ലാസ് വരുത്തരുത്. 9ാം ക്ലാസ്സിൽ മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് ഈ 3 വിഷയങ്ങളും 80 മാർക്കിലേക്ക് മാറാണ്. അത് മാത്രമല്ല, ഈ 80 മാർക്കിൻ്റെ വിഷയങ്ങളിലൊക്കെ നിങ്ങൾ 24 മാർക്ക് മിനിമം നേടണം. അത് മാത്രമല്ല, 40 മാർക്കിൻ്റെ വിഷയങ്ങളിൽ 12 മാർക്ക് നേടണം. ബേസിക് സയൻസ് എന്നുള്ള സബ്ജക്റ്റ് 40 മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റായിട്ട് മാറുകയാണ്. മക്കളെ, ഇനി നിങ്ങൾ 8ാം ക്ലാസ്സിലെ പോലെ അവസാന നിമിഷമാണ് പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് 9ാം ക്ലാസ് ടഫാവും. സോ 9ാം ക്ലാസ് ടഫാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട എന്താ, തുടക്കം മുതലേ പഠിച്ചു തുടങ്ങാം. ഈ ഏപ്രിൽ കുറച്ച് ദിവസം വെക്കേഷനൊക്കെ എൻജോയ് ചെയ്തിട്ട് ഏപ്രിൽ മുതലെങ്കിലും വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, പഠിച്ചു തുടങ്ങാം. അപ്പോൾ തുടക്കം മുതലേ പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് 9ാം ക്ലാസ് ഈസി ആക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടിയാണ്. അങ്ങനെ തുടക്കം മുതലേ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, തുടക്കം മുതൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക്, സാർ ഞാൻ 9ാം ക്ലാസ്സിൽ അടിപൊളിയായി പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കാനാണ് വേണ്ടത്, അല്ലാതെ ഈ റീലിന് താഴെ കമൻറ്റ് ചെയ്യല്ല. nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക്, സാർ എനിക്ക് 9ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്താൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 8ാം ക്ലാസ്സിൽ വരുത്തിയ മിസ്റ്റേക്ക് നിങ്ങൾ 9ാം ക്ലാസ് വരുത്തരുത്. എന്തായാലും 8ാം ക്ലാസ്സിലെ എക്സാം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ. ആൻഡ് റീടെസ്റ്റ് ചെയ്താൽ തന്നെ എല്ലാ വിഷയത്തിലും A+ വാങ്ങിയിട്ട് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.